നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെച്ചിരിക്കുന്ന അക്കങ്ങൾ അത് എത്രയുണ്ട് എന്ന് ഓർത്തെടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 4 സെക്കൻഡിനുള്ളിൽ പഠിച്ചെടുക്കുന്ന 30 അക്കങ്ങൾ ഓർത്ത് പറഞ്ഞ പാകിസ്ഥാൻകാരന്റെ പേരിലാണ് ആ റെക്കോർഡുള്ളത്. വെറും 4 സെക്കൻഡ് കൊണ്ട് മുന്നിൽ ഇത്രയും അക്കങ്ങളിൽ നിന്നും ഏതൊക്കെയുണ്ടെന്ന് പറയുക എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ പറയുന്നവരുമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻകാരന്റെ പേരിലാണ് ആ റെക്കോർഡ് എന്ന് പറഞ്ഞാലോ? ഈ റെക്കോർഡ് ഭേദിക്കാൻ കൊല്ലം സ്വദേശിയായ അജി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ റെക്കോർഡ് ഇടാൻ തയ്യാറെടുക്കുന്നയാൾ അത്ര നിസ്സാരക്കാരനല്ല എന്നാണ് അറിവ്. നമുക്കൊന്ന് കാണാം. 194402226039582936162083413123415812153367. സയ്യിദ് നബീൽ ഹസൻ പാകിസ്ഥാൻ സ്വദേശിയാണ്. 2022 സ്ഥാപിച്ച റെക്കോർഡ്, അദ്ദേഹത്തിന്റെ റെക്കോർഡ് തകർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നിലവിലെ ഗിന്നസ് റെക്കോർഡ് മറികടക്കാനെത്തുന്നത് ഓർമ്മശക്തിയുടെ പരിധികൾ മാറ്റി എഴുതിയ വ്യക്തിയാണ്. IQ മാൻ ഓഫ് കേരള R. അജി. സ്ക്രീനിൽ തെളിയുന്ന അക്കങ്ങൾ ഓർത്തെടുക്കാൻ ആകെ ലഭിക്കുന്നത് 4 സെക്കൻഡാണ്. ശേഷം ഓർത്തു പറയുന്ന അക്കങ്ങളുടെ എണ്ണമാണ് നേട്ടത്തിന് അടിസ്ഥാനമാകുക. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെട്ട ജൂറി തയ്യാറായി. നിലവിൽ പാകിസ്ഥാൻകാരൻ 4 സെക്കൻഡ് കൊണ്ട് ഓർത്തെടുത്തു പറഞ്ഞ 30 അക്കങ്ങൾ എന്ന റെക്കോർഡാണ് മുന്നിലുള്ളത്. 1 7 9 8 2 9. സ്ക്രീനിൽ 30-ലധികം അക്കങ്ങൾ തെളിഞ്ഞു. ഉറ്റവരുടെ പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും നടുവിൽ ഓർമ്മശക്തിയുടെ മാന്ത്രികത വീണ്ടും തെളിഞ്ഞു. 1 2 1 5 3 3 6 7. കറണ്ട് റെക്കോർഡുള്ളത് സയ്യിദ് നബീൽ ഹസൻ എന്നുള്ള പാകിസ്ഥാൻ പേഴ്സണാണ്. ശരിക്കും അദ്ദേഹം ചെയ്തത് 30 നമ്പർ 4 സെക്കൻഡ് കൊണ്ട് മെമ്മറൈസ് ചെയ്തിട്ട് കാണാതെ പറഞ്ഞതാണ് ആ ഒരു റെക്കോർഡ്. ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇനി റെക്കോർഡ് ഫൈനലൈസ് ചെയ്ത് വരുമ്പോൾ അദ്ദേഹം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. അതാണ് എത്ര നമ്പർ എന്നുള്ളത് സ്റ്റിൽ സസ്പെൻസ് ആണ്. അദ്ദേഹം വിജയിച്ചോട്ടെ. ഓൾ ദി ബെസ്റ്റ്. സാധാരണ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഫ്രീ അല്ലേ, തെറ്റിയാൽ കുഴപ്പമില്ല. ഇതില്ല, പരീക്ഷ 10ാം ക്ലാസ് എഴുതത്തില്ലേ, അതേ ടെൻഷനിൽ രാത്രി കാരണം ടെൻഷനായിരുന്നു. രാവിലെ ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് ഉണ്ടല്ലേ വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ തെറ്റുക. അപ്പോൾ ഞാൻ ഈ സ്പീഡ് കുറയ്ക്കാം, ആലോചിച്ചിട്ട് പറയാം. നമ്മൾ പറയില്ല ആലോചിച്ചിട്ട് ഉത്തരം എഴുതണമെന്ന്. ഇത് കുഞ്ഞുങ്ങൾക്കുള്ള പറയേണ്ട ഒരു സജഷൻ അതാണ്. നമ്മൾ എത്ര പഠിച്ചാലും പഠിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ ചെയ്യണം. കാര്യം ഒരവസരമേ ഉള്ളൂ. ഇനി ഔദ്യോഗിക അറിയിപ്പിനായുള്ള കാത്തിരിപ്പാണ്. 4 സെക്കൻഡ് കൊണ്ട് കൂടുതൽ അക്കങ്ങൾ ഓർത്തു പറഞ്ഞ അജിയുടെ പേര്, ഒപ്പം നമ്മുടെ നാടും ഗിന്നസ് റെക്കോർഡിന്റെ ഭാഗമാകാനുള്ള കാത്തിരിപ്പ്. ഞങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്നത് 2ാം തവണയാണ്. ഇനിയും ഏറെ തവണ അത്ഭുതപ്പെടുത്താൻ തയ്യാറുമാണ്. അപ്പോഴും പറയുന്നൊരു വരിയുണ്ട്, നിങ്ങൾക്കും എങ്ങനെയാകാം, പരിശീലിപ്പിക്കാം, ഇതുപോലെ ഇതേ വേഗത്തിൽ കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജിനാഥ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. രാഹുൽ, ഇതിനു മുമ്പേ അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ എനിക്കൊന്നും പറ്റാത്തൊരു കാര്യമാണ് ഒരു 4 സെക്കൻഡ് തന്നാലും മുന്നിൽ തെളിയുന്ന എത്ര അക്കങ്ങളൊക്കെ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് പറ്റും. IQ മാനാണ്. അപ്പോൾ ഒരു പാകിസ്ഥാൻകാരനാണല്ലേ ഈ ഒരു നേട്ടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇന്ത്യക്കാരൻ, നമ്മുടെ കൊല്ലംകാരൻ ഇങ്ങനെ ഒരുങ്ങുകയാണ്. അപ്പോൾ രാഹുൽ നേരിട്ട് ചെന്നപ്പോൾ എന്ത് തോന്നി? ആ റെക്കോർഡിങ് കയ്യിലേക്ക് പോരുമോ ഇല്ലയോ? ഒരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാനാണ് അക്ഷരാർത്ഥത്തിൽ പോയത്. കാരണം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു സ്റ്റോറി ഈ അജിയെ പറ്റി ചെയ്തിരുന്നു. കൊല്ലം സ്വദേശിയാണ്. അന്നും കണ്ടവരും ആ സ്റ്റോറി എടുത്തപ്പോൾ ഞാനും ഒക്കെ അത്ഭുതത്തിലൂടെയാണ് കടന്നുപോയത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി അവിടെ ചെല്ലുമ്പോൾ ഞാൻ കരുതിയത് ഏറ്റവും വേഗത്തിൽ ഈ നമ്പർ മനഃപ്പാഠമാക്കി പറയുക, ഏറ്റവും കുറഞ്ഞ സമയത്ത് പറയുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അങ്ങനെയുമല്ല, അതിലും അപ്പുറമാണ് കാര്യങ്ങൾ. അതായത് 4 സെക്കൻഡ് ആകും തരിക. ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഒന്ന് നോക്കുക, മനഃപ്പാഠമാക്കാനുള്ള സമയം 4 സെക്കൻഡാണ്, എന്നിട്ട് പറയുക എന്നുള്ളതാണ്. നിലവിൽ അത് 30 നമ്പറുകളായിരുന്നു. ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് അത് ചെയ്തത്. അത് നമ്മളത് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് 30-ലധികം നമ്പറുകളാണ് ഇപ്പോൾ എന്തായാലും R. അജി എന്ന കൊല്ലംകാരൻ, നമുക്ക് അഭിമാനമാണ്, കൊല്ലംകാർക്കൊരു അഭിമാനമാണ് വ്യക്തിപരമായി. അപ്പോൾ ആ R. അജി ചെയ്തിട്ടുള്ളത്.
അത് എത്ര നമ്പറാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഈ റെക്കോർഡ് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം ഇനിയൊരു 3 മാസത്തോളം കാത്തിരിക്കണം. ഇത് ഈ എൻട്രി അയച്ചിട്ടേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് ജൂറി അംഗങ്ങളായി എത്തിയ ആളുകൾ അതിന് അംഗീകാരം നൽകി കൈ കൊടുത്ത് പൂച്ചെണ്ട് കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും 3 മാസം കൂടി കാത്തിരിക്കണം ഈ റെക്കോർഡ് അത് ലഭിച്ചോ എന്നറിയാൻ. ആ കാത്തിരിപ്പിലാണ്. അപ്പോഴും എത്രയാണ് നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ആ നമ്പർ പുറത്ത് പറഞ്ഞാൽ മറ്റാരെങ്കിലും അതിനപ്പുറത്തേക്ക് ശ്രമിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം അജി ഉറപ്പിച്ച് പറയുന്നുണ്ട്, അതായത് എത്ര നമ്പർ ആരും ശ്രമിച്ചു കൊള്ളട്ടെ, അതിൻ്റെ ഒരു കൂടുതൽ, അതായത് ആ നമ്പറിന് അപ്പുറത്തേക്ക് ഒരു നമ്പറിലേക്ക് കാര്യങ്ങൾ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അത്രമാത്രം ആത്മവിശ്വാസം ഉണ്ട്. ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം പരിശീലനമാണ്. ഒരു കാര്യം കൂടി അവസാനമായി കൂട്ടിച്ചേർക്കുന്നു, ഐക്യു എന്ന സ്ഥാപനം ഇത്തരത്തിൽ നമുക്ക് എങ്ങനെ പഠിക്കാം, നന്നായി എങ്ങനെ മുന്നോട്ട് പഠിച്ചു മുന്നേറാമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തിൽ അതൊരു കുട്ടികൾക്കൊരു സ്കില്ലായി പകരുന്ന രീതിയിൽ ഒരു സ്ഥാപനം കൂടി നടത്തുന്നുണ്ട്. അങ്ങനെ ഉറപ്പും നൽകുന്നുണ്ട്. കണ്ട് അസൂയപ്പെട്ട് മാറിയിരിക്കേണ്ട, ഇത് പഠിച്ച് പരിശീലിച്ച് നമുക്കും നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസം നൽകുന്നുണ്ട് അജി. അപ്പോൾ ഇനിയും ഒരുപാട് സ്റ്റോറികൾ അവിടെ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ അത്ഭുതങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പരിശീലിച്ച് മുന്നോട്ട് വരികയാണ്. അതെ, ശരിയാണ്. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു കാര്യം ഞാനിങ്ങനെ തിരിച്ചെടുക്കുകയാണ്. പരിശീലനത്തിലൂടെ പറ്റുമെന്നാണ് അജി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഒരു അത്ഭുതം തന്നെയാണ് നേരിട്ട് കണ്ടത് എന്നാണ് ഇപ്പോൾ രാഹുൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു നേട്ടം വലിയൊരു നേട്ടമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ കയ്യിലേക്ക് പോരട്ടെ, നമുക്കൊക്കെ അഭിമാനമായി മാറട്ടെ അല്ലേ. എല്ലാവിധ ആശംസകളും. ആ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളും കാത്തിരിക്കുകയാണ്.